ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. ഇന്ന് മഹാശിവരാത്രിയാണല്ലേ. അപ്പോൾ എല്ലാവരും ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയി രാവിലെ തൊഴുത് അല്ലേ, അവിടുന്ന് അന്നദാനവും പ്രസാദവും ഒക്കെ കഴിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാവരും ഒക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്ന കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ പുതിയ തലമുറയിൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് ഈ പാലാഴി മദനം ചെയ്ത സമയത്ത് അതിൽ നിന്നും വന്ന ഒരു വിഷമുണ്ട്, അതായത് ഹലാല വിഷം എന്നാണ് പറയുന്നത്. അത് ഭൂമിയിൽ വീഴാതിരിക്കാൻ വേണ്ടി, അതായത് ഭൂമിയിൽ വീണ് ഭൂമി നശിക്കാതിരിക്കാൻ വേണ്ടി മഹാദേവൻ എന്ത് ചെയ്തു? അത് പാനം ചെയ്തു. അത് പാനം ചെയ്തപ്പോൾ മഹാദേവന് വേറെ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? പിന്നെ എല്ലാവരും ഉറങ്ങാതിരുന്ന് വ്രതം നോൽക്കുകയാണ് ചെയ്തത്. അതാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം രാത്രി നമ്മൾ വ്രതം നോക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശിവാലയ ഓട്ടമുണ്ടല്ലേ, 12 ക്ഷേത്രങ്ങളിൽ ശിവാലയ ഓട്ടം പോകുന്നുണ്ട്. അതായത് ഈ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് ശിവനെ തൊഴുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് അതിൽ പറയുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലാണ്, അതായത് തമിഴ്നാട്ടിലാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ക്ഷേത്രങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുമല, തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിയോട്, തിരുനട്ടാലം. ഇത്രയുമാണ് 12 ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ഈ രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം ഉച്ചയോടുകൂടി അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലും പോയി ഈ പറഞ്ഞ 12 ക്ഷേത്രങ്ങളിലും പോയി തൊഴുതിട്ട് വരും. അത് ഇവിടെ നമുക്ക് പിന്നെ കന്യാകുമാരിയായിട്ട് അടുത്ത് നിൽക്കുന്നത്, അതായത് ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് അവിടെ പോയിട്ട് വരാൻ പറ്റും. പക്ഷേ ഇപ്പോഴും പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള 12 ക്ഷേത്രങ്ങളിൽ പോയി തൊഴുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 12 ക്ഷേത്രത്തിൽ പോയില്ല, ഒരു ക്ഷേത്രത്തിലേ പോയുള്ളൂ. തിരുമല കൊശക്കോട് മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ പോയത്. അവിടെ പോയിട്ട് തൊഴുത് അർച്ചനയൊക്കെ നടത്തി അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷത്തിലേക്ക് പോവാം. ഓം നമോ നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം ഹ്രീം നമ. ഈ മിനി സ്റ്റേജിന്റെ മുൻവശത്തായിട്ട് സ്ഥലമുണ്ട്. തിരക്കുകൾ കുറച്ച് എല്ലാവരും സഹകരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചവർ പ്ലേറ്റുകൾ കഴുകി ഏൽപ്പിക്കുക. ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഓം നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. പച്ചരിച്ചോറും ചമ്മന്തി വ്രതക്കാർക്കുള്ള ഓം നമോ നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം നമോ നമ ശിവായ.